أهيئكم أيها الإخوة إن يسمعوا سبة طاروا بها فرحا مني وما يسمعوا من صالح دفنوا صم إذا سمعوا خيرا ذكرت به وإن ذكرت بسوء عندهم أذنوا. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അൽ ഹിദായ വല്ലലാല എന്ന വിഷയമാണ്. അൽ ഹിദായ വല്ലലാല എന്ന വിഷയം ഒരു മതപരമായ വാക്കുകളാണ്. ഈ വിഷയം എന്താ മതപരമായ വാക്കുകൾ നമ്മുടെ സ്വതന്ത്ര ചിന്തയിൽ ചർച്ച ചെയ്യുന്നത്? രണ്ട്, ഈ ഹിദായ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം എന്നതിനാണ് ഹിദായ, വല്ലലാല ഇസ്ലാം മതം അല്ലാത്തത് എന്നാണ് പല പണ്ഡിതന്മാരും അർത്ഥം പറഞ്ഞിട്ടുള്ളത്. മുസ്ലിങ്ങൾ അവരുടെ നമസ്കാരങ്ങളിൽ 17 തവണ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ ഹിദായത്തിലേക്കാക്കണമേ, മുസ്തഖീമായ വഴിയിൽ ചേർക്കണമേ എന്ന് പറയാറുണ്ട്. ഏതാ ഈ മുസ്തഖീമായ വഴി? ഇസ്ലാമിൻ്റെ വഴിയിൽ ചേർക്കണമേ, ഹിദായത്തിൻ്റെ വഴിയിൽ ചേർക്കുക, ഹിദായത്തിലാക്കണമെന്ന്. നമ്മൾ ആരോടാ ചോദിക്കുക? ഹിദായത്ത് നൽകുന്നത് അള്ളാഹു ആയതുകൊണ്ടാണല്ലോ അള്ളാഹിനോട് ചോദിക്കുന്നത്, പടച്ചോനെ നേരായ ഹിദായത്തിലാക്കണേ, മുസ്തഖീമായ വഴിയിൽ ചേർക്കണേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഹിദായത്തിലായാൽ അള്ളാഹ് ഹിദായത്തിലാക്കി എന്നർത്ഥം. ആയിട്ടില്ലെങ്കിലോ അള്ളാഹ് ആക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലേ ഈ പ്രാർത്ഥന കൊണ്ട് ലക്ഷ്യതല്ലേ? അപ്പോൾ ഇതാണ് മുസ്ലിം. അപ്പോൾ ഹിദായത്തിലേക്ക് ആക്കുന്നത് അള്ളാഹുവാണ്. ഹിദായത്തിലേക്ക് ഒരാൾ ആയിട്ടില്ലെങ്കിൽ അള്ളാഹു ആക്കിയിട്ടില്ല എന്നുമാണ്. ബഹുദൈവാരാധകർ അവരെ നരകത്തിലേക്ക് ഇടുമ്പോൾ അവർ പറയും, ഞങ്ങൾ നരകത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് പടച്ചോനെ ഞങ്ങളെ ഇങ്ങനെ ബഹുദൈവാരാധകരാക്കിയത്, മുശ്രിക്കുകളാക്കിയത് നീ തന്നെയല്ലേ? ഞങ്ങൾ ഈ ബഹുദൈവാരാധകരുടെ മക്കളായി ജനിച്ചത് ഞങ്ങളെ കുറ്റം കൊണ്ടല്ല, അവരെയും നീയാണ് അങ്ങനെ ആക്കിയത് എന്ന് പറയുമ്പോൾ അള്ള പറയും, നിങ്ങൾ ഊഹം പറയാണ്, നിങ്ങൾ അറിവില്ലാതെ പറയാണ്, നിങ്ങളെ പിതാക്കളും ഇതുപോലെ ശിക്ഷിക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അവരും ഇതുപോലെയാണ് പറഞ്ഞത് എന്ന് ആറാഫ് അൻആം 148 അൻആം 148 ആ ആയത്ത് ഇതാണ്. സയഖൂലു الذين أشركوا لو شاء الله ما أشركنا ولا آباؤنا ولا حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا قل هل عندكم من علم فتخرجوه لنا إن تتبعون إلا الظن وإن أنتم إلا تخرصون. അൻആം 48. ആ ബഹുദൈവാരാധകർ പറഞ്ഞേക്കും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളോ ഞങ്ങളെ പിതാക്കളോ അള്ളാഹുവോട് പങ്കു ചേർക്കുമായിരുന്നില്ല, ഞങ്ങൾ യാതൊന്നും നിഷിദ്ധമാക്കുമായിരുന്നില്ല എന്ന്. ഇതേ പ്രകാരം അവരുടെ മുൻഗാമികളും നമ്മുടെ ശിക്ഷ ആസ്വദിക്കുന്നത് വരെ നിഷേധിക്കുകയുണ്ടായി. പറയുക, നിങ്ങളുടെ പക്കൽ വല്ല വിവരവുമുണ്ടോ എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ അതൊന്ന് വെളിപ്പെടുത്തി തരൂ. ഊഹത്തെ മാത്രമാണ് നിങ്ങൾ പിന്തുടരുന്നത്, നിങ്ങൾ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ആയത്ത് നൽകുന്ന പാഠം, ഹിദായത്തിലേക്കാക്കുന്നത് ലലാലത്തിലേക്കാക്കിയത് അല്ലാഹു അല്ല,
എന്നാണ് ഈ ആയത്തുകൊണ്ട് നൽകുന്നത്. അവർ പറഞ്ഞു ഞങ്ങളെ ഈ ഇദ്ലാലിലേക്കാക്കിയത് ദുർമാർഗത്തിലേക്കാക്കിയത് ഈ ബഹുദൈവാരാധനയാണ് ഈ ലലാല എന്ന് പറയുന്നത്, ദുർമാർഗം എന്ന് പറയുന്നത്. അതിലേക്കാക്കിയത് അള്ളാഹു അല്ല എന്നാണ് ഈ ആയത്തുകൊണ്ട് പറഞ്ഞത്. എന്നാൽ തൊട്ടടുത്ത ആയത്ത് പറയണ നോക്കൂ, 149 അൻആം ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗതു ഫലൗ ശാഅ ലഹദാകും അജ്മഈൻ. പറയുക, ആകയാൽ അല്ലാഹുവാണ് മികച്ച തെളിവുള്ളത്. ഫലൗ ശാഅ ലഹദാകും, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവൻ അവൻ നേർവഴിയിലാക്കുക തന്നെ ചെയ്യും. അപ്പം നേർവഴി എല്ലാവരും അള്ളാഹു ഉദ്ദേശിച്ചാൽ നേർവഴിയിലാക്കും. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കാത്തതുകൊണ്ട് നേർവഴിയിലാക്കിയിട്ടില്ല. അവരെ ബഹുദൈവാരാധകരാക്കിയതാരാ? അതും അള്ള തന്നെയാണ് 107 പറയുന്നത്. ഈ ആയത്ത് പറഞ്ഞു ഞാനല്ല, നിങ്ങൾ ഊഹം പറയാന്ന്. തൊട്ടടുത്ത് 107 പറയുന്നത് അതേ സൂറത്തിൽ കേട്ടോ, അൻആം 107 വലൗ ശാഅ അല്ലാഹു മാ അശ്റകൂ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ പങ്കുചേർക്കുമായിരുന്നില്ല, അവർ ബഹുദൈവാരാധകരാകുമായിരുന്നില്ല. അപ്പം അള്ളാഹുവാണ് അവരാക്കിയത്. അപ്പോൾ സൂറത്തു അൻആം 148 പറഞ്ഞതിന് നേരെ എതിരാണ് ഈ 107 149 പറഞ്ഞത്. അള്ളാഹുവാണ് അവരെ മുശ്രിക്കുകളാക്കിയത്, പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് ഹിദായത്ത് നൽകുമായിരുന്നു എന്ന്. ഇനി സ്വർഗം കൊണ്ട് സ്വർഗം കിട്ടിയ ആളുകൾ പറയും, ഇതിപ്പോൾ നരകത്ത് കിടക്കാൻ നേരത്തെ ഉണ്ടായ സംഭവമാണ്. ഇനി നേരെ സ്വർഗം കിട്ടുന്ന ആളുകൾ പറയുന്ന വാക്കുണ്ട്, അത് ഖുർആൻ തന്നെ ഉണ്ട്. പിന്നെ അവർ പറയാണ് വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അവർ പറയും, ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അള്ളാഹുവിന് സ്തുതി. എതിലേക്ക്? ഈ ഇസ്ലാമിലേക്ക്, ഹിദായത്തിലേക്ക്. അള്ളാഹു ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. അപ്പം ഞങ്ങൾ മുസ്ലിങ്ങളായത്, ഇസ്ലാമിലേക്കായത്, ഇതാണ് ഹിദായത്ത്. ഈ ഹിദായത്തിലേക്കാക്കിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, അവന് സ്തുതി. ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹ് അങ്ങനെ ഹിദായത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ കുന്നാ ലിനഹ്തദിയ വമാ കുന്നാ ലിനഹ്തദിയ, ഞങ്ങൾ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല എന്നാണ്. അപ്പോൾ സന്മാർഗം കിട്ടിയത് അള്ളാഹുവാണ് കൊടുത്തത്. അതിന് അള്ളാഹ് സ്തുതി പറഞ്ഞു, ഓനാക്കിയിട്ടില്ലെങ്കിൽ ആകൂല എന്നും പറഞ്ഞു. നിങ്ങൾ നോക്കുക, അപ്പോൾ ഹിദായത്തിലേക്കാക്കുന്നത് അള്ളാഹുവാണ്, ലലാലത്തിലേക്കാക്കുന്നതും അള്ളാഹുവാണ്. അൻആം 125 കാണാം, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യസ്റഹു സ്വദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സ്വദ്റഹു ലയ്യിഖൻ ഹറജ. ഫമൻ യുരിദില്ലാഹ്, ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ്. ഏതൊരാൾ അള്ളാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി തീർക്കുന്നതാണ്. ഇവിടെ അള്ളാഹു ആരെയാണോ മുസ്ലിമാക്കാൻ തീരുമാനിച്ചത്, ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്, ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്, അവൻ്റെ സ്വദർ അള്ളാഹു ഷറഹാക്കി കൊടുക്കും, തുറന്നു കൊടുക്കും. ഒരാൾക്ക് പിന്നെ ഇസ്ലാം കൊടുക്കുകയും ഇസ്ലാം മതത്തിലേക്കല്ല മറ്റു മതത്തിലേക്കോ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുള്ളതിലേക്കോ ആണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ അവൻ്റെ ഈ നല്ല വാതിൽ, ഇസ്ലാം എന്ന വാതിലേക്ക് വരാതിരിക്കാൻ, ആ സന്ദേശം കിട്ടാണ്ടിരിക്കാൻ ലയ്യിക്കൻ ഹറജ, അത് കുടുസും ഞെരുങ്ങിയതുമാക്കും. അപ്പോൾ ഇസ്ലാമിലേക്കാക്കുന്നതും ഇദ്ലാലിലേക്കാക്കുന്നതും ആരാണ്? അള്ളാഹുവാണ്. സൂറത്തു അൻആം 125. ഇനി നോക്കൂ, അപ്പോൾ അള്ളാഹുവാണ് ഉദ്ദേശിച്ചത്. ഫയുദില്ലുല്ലാഹു മൻ യശാഉ വയഹ്ദി മൻ യശാ. ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിലേക്കും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലേക്കും ചെയ്യുന്നു. ഇബ്രാഹിം 4. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാലേ ഹിദായത്തിലേക്ക്. വേറെ കുറേ സ്ഥലത്തുണ്ട്, വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അള്ളാഹു വല്ലവനെയും ദുർമാർഗത്തിലേക്കാക്കുന്ന പക്ഷം അവനെ നേർവഴിയിലേക്കാക്കാൻ ആരുമില്ല. അർ-റഅദ് 33.
അള്ളാഹു ഒരാൾക്ക് പിന്നെ ഹിദായത്ത് ലലാലത്തിലേക്കാക്കിയാൽ പിന്നെ വേറെ ആർക്കും കൂടെ ഹിദായത്ത് നൽകാൻ കഴിയില്ല. വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്, യാതൊരാൾക്കും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ. അള്ളാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. അവൻ ആരെ ദുർമാർഗത്തിലേക്കാക്കുന്നുവോ അവനെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു രക്ഷാധികാരിയും നീ കണ്ടെത്തുകയില്ല തന്നെ. അൽ കഹ്ഫ് 17. ഇങ്ങനെ ഖുർആനിൽ ഒത്തിരി സ്ഥലത്ത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഹിദായത്ത് നൽകും, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ഹിദായത്ത് കിട്ടില്ല. അപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചവരെ അള്ളാഹ് ഹിദായത്തിലേക്കും അള്ളാഹ് ഉദ്ദേശിച്ചവരെ അവൻ ദലാലത്തിലേക്കും. ഇതെന്നെ ഖുർആനിൽ പറഞ്ഞു. അള്ളാഹ് തന്നെയാണ് നല്ലത് ഉദ്ദേശിക്കുന്നത് ചീത്ത ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അതിപ്പോൾ മഴ പെയ്യാനും അള്ളാഹ് ഉദ്ദേശിക്കണം, മഴ പിന്നെ വേണ്ടാന്നും അള്ളാഹ് ഉദ്ദേശിക്കണം, ഭക്ഷണം തരാനും അള്ളാഹ് ഉദ്ദേശിക്കണം, തരണ്ടാന്നും അള്ളാഹ് ഉദ്ദേശിക്കണം, ഒരാളെ മുസ്ലിം ആക്കാനും അള്ളാഹ് ഉദ്ദേശിക്കണം, മുസ്ലിം ആക്കണ്ടാന്നും അള്ളാഹ് ഉദ്ദേശിക്കണം. ഇങ്ങനെ ഒരാൾ ഉദ്ദേശിക്കുമോ? എൻ്റെ കുട്ടിക്ക് ഞാൻ സ്കൂളിൽ പുസ്തകം വാങ്ങിക്കൊടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നു, കൊടുക്കൂലാന്നും ഞാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ ഉദ്ദേശിക്കുമോ? അള്ളാഹ് പറയണതാ ഫയുദില്ലുല്ലാഹു മയ്യശ വയഹ്ദി മയ്യശ. രണ്ടും അള്ളാഹ് ഉദ്ദേശിക്കുകയാണ്. അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചാൽ പിന്നെന്തിനാണ് പ്രവാചകന്മാർ വരുന്നത്? എന്തിനാ വേദഗ്രന്ഥം? നമുക്ക് ഖുർആൻ തന്നെ പറയാം. ഇൻ തഹ്രിസ് അലാ ഹുദാഹും ഫഇന്നല്ലാഹ ലാ യഹ്ദി മൻ യുദില്ലു വമാ ലഹും മിൻ നാസിരീൻ. നബിയെ, അവർ സന്മാർഗത്തിലായി തീരുവാൻ നീ കൊതിക്കുന്നുവെങ്കിൽ അത് വെറുതെയാകുന്നു. കാരണം താൻ വഴികേടിലാക്കുന്നവരെ അള്ളാഹു നേർവയിലേക്കാക്കുന്നതല്ല. തീർച്ച അവർക്ക് സഹായികളായി ആരും ഇല്ല തന്നെ. അന്നഹൽ 37. നബി ഇവരൊക്കെ ഒന്ന് സന്മാർഗത്തിലേക്കായിരുന്നെങ്കിൽ നബി ആഗ്രഹിച്ചപ്പോൾ പറയാം, ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അത് വെറുതെയാണ്. ഫഇന്നല്ലാഹ ലാ യഹ്ദി മൻ യുദില്ലു. അള്ളാഹ് ദലാലത്തിലേക്കാക്കിയ ആളെ ഹിദായത്തിലേക്കാക്കാൻ സാധ്യമല്ല. ഇതന്നെയാണ് നബിൻ്റെ മൂത്താപ്പയോടും പറഞ്ഞത്. നബിൻ്റെ മൂത്താപ്പയോട് നബി പറഞ്ഞത് എന്താണ്? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. അൽ ഖസസ് 28. തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെട്ടവരെ നിനക്ക് നേർവഴിയിലാക്കാനാവില്ല, പക്ഷെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. സന്മാർഗം പ്രാപിക്കുന്നവരെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അപ്പോൾ അള്ളാഹു ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹു ഏതൊരാളെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിക്കുന്നവൻ. അവൻ ആരെ വഴിപിഴപ്പിക്കുന്നുവോ അവനാണ് നഷ്ടം പറ്റിയവൻ. അൽ അറാഫ് 178. മൻ യുദ്ലിലില്ലാഹു ഫലാ ഹാദിയ ലഹു വയദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ഏതൊരുവനെ അള്ളാഹു പിയവിലാക്കുന്നുവോ അവനെ നേർവഴിയിലാക്കാൻ പിന്നെ ആരുമില്ല. അവരുടെ ധിക്കാരത്തിൽ അന്ധമായി വിഹരിച്ചു കൊള്ളാൻ അള്ളാഹു അവരെ വിട്ടേക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത്. നേർവഴിയിലാക്കുന്നതും അള്ളാഹുവാണ്, ദുർമാർഗത്തിലേക്കാക്കുന്നതും അള്ളാഹുവാണ്. നബിക്ക് പോലും ഒരാളെ നബി ഒരാൾ നേർവഴിയിലാക്കാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അള്ളാഹ് ആക്കിയ ആളാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നോക്കൂ, സൂറത്തു ഹൂദിൽ കാണാം 34. വലാ യൻഫഉകും നുസ്ഹി ഇൻ അറദ്തു അൻ അൻസഹ ലക്കും ഇൻ കാന അല്ലാഹു യുരീദു അൻ യുഗ്വിയക്കും വഹുവ റബ്ബുക്കും വഇലൈഹി തുർജഊൻ. വലാ യൻഫഉകും നുസ്ഹി ഇൻ അറദ്തു അൻ അൻസഹ ലക്കും ഇൻ കാന അല്ലാഹു യുരീദു അൻ യുഗ്വിയക്കും വഹുവ റബ്ബുക്കും വഇലൈഹി തുർജഊൻ. അള്ളാഹു നിങ്ങളെ വഴിതെറ്റിച്ചുവിടാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ ഉദ്ദേശിച്ചാലും എൻ്റെ ഉപദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. അവരാണ് നിങ്ങളുടെ രക്ഷിതാവ്, അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അള്ളാഹ് നിങ്ങളെ വഴിവേൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ
നിങ്ങളെ ഹിന്ദുവാക്കാനും പിന്നെ നിരീശ്വരവാദിയാക്കാനും ക്രിസ്ത്യാനിയാക്കാനും ഇസ്ലാം അല്ലാത്തവരൊക്കെ അള്ളാഹു ആക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ ഞങ്ങൾ ഉപദേശിച്ചിട്ടൊരു കാര്യമല്ല, അള്ളാഹ് ഉദ്ദേശിച്ചതേ നടക്കൂ എന്നാണ് സൂറത്ത് ഹൂദ് 34 പറയുന്നത്. അപ്പോൾ നോക്കൂ, അപ്പം അള്ളാഹ് ഹിദായത്തിലേക്ക് ആക്കിയാലേ ഹിദായത്തിലാകൂ എന്നാണ് അർത്ഥം. നമ്മൾ ഈ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന ഉണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അവർ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലേക്കാക്കിയിരിക്കുന്നു, ഈ സന്മാർഗത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ, തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു നോക്ക്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം നീ ഹൃദയത്തെ തെറ്റിക്കല്ലേ എന്നാണ് പറയുന്നത്. സന്മാക്കിയതിന് ശേഷം ഞങ്ങളെ ഹൃദയത്തെ നീ തെറ്റിക്കരുതേ എന്ന് പറഞ്ഞാൽ അപ്പോൾ അള്ളാൻ്റെ പണി ഇതാണോ? ആദ്യം ഒരാൾക്ക് ഹിദായത്ത് കൊടുത്തിട്ട് നമ്മൾ ആരോടൊപ്പം ഡോക്ടറോടല്ലേ നമ്മൾ ചികിത്സിക്കാൻ പോവുക? അള്ളാഹ്ക്ക് പണി ഇതാണോ? ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക, പിന്നെ ഹൃദയം തെറ്റിക്കുക? എന്താണ് ഈ പറയുന്നത്? അപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചാലേ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹു ഇസ്ലാമാക്കി ഉദ്ദേശിച്ചത് അള്ളാഹു ഞാൻ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനി, പഠിച്ചോനെ ഞങ്ങളെ ദീന്, ഞങ്ങളെ ഹൃദയത്തെ നീ നിലനിർത്തണേ, ഹൃദയം മാറ്റിമറിക്കുന്ന അള്ളാഹുവേ. അപ്പം അള്ളാഹിൻ്റെ പണി ഇതാണ് പണി. ചിലപ്പോൾ ഹിദായത്ത് തരും, ചിലപ്പം ദലാലത്ത് തരും. അള്ളാഹ് ഉദ്ദേശിച്ച പോലെ ചെയ്യും. എല്ലാം ഓനങ്ങ് ഉദ്ദേശിക്കുന്നതാണ്. വഖാല, സുലൈമാൻ നബി പറഞ്ഞൊരു വാക്ക് ഖുർആനിലുണ്ട്, സൂറത്തു നംലില് 19 വഖാല റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. സുലൈമാൻ നബി പറയാം, എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള നിൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യുവാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ. നിന്റെ കാരുണ്യത്താൽ നിന്റെ സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ തന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഇവിടെ അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ അള്ളാനെ തോന്നിപ്പിക്കണേ, അള്ളാഹിനോട് തോന്നിപ്പിക്കാനാണ് പറയുന്നത്. അപ്പം അള്ളാഹുവിനോട് നന്ദി ചെയ്യാനും അള്ളാഹുവെ നീ തോന്നിപ്പിക്കണേ, നിനക്ക് നീ പറഞ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്യാനും നീ തന്നെ തോന്നിപ്പിക്കണമേ. ഇതാണ് പറയുന്നത്. എന്തിനു നീ തോന്നിപ്പിക്കണമേ എന്നാണ്. നമ്മൾ നിസ്കരിക്കാനും നോമ്പോ, അപ്പം നിസ്കരിച്ചിട്ട് അള്ളാഹ് തോന്നിപ്പിച്ചിട്ടില്ലെങ്കിലോ, ഈ ശുക്ർ ചെയ്യാൻ അള്ളാഹു തോന്നിപ്പിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ശുക്ർ നന്ദി ചെയ്യാനും അള്ളാഹ് തോന്നിപ്പിക്കണമല്ലോ. അത് തോന്നിപ്പിച്ചാൽ നമ്മൾ ചെയ്യും, തോന്നിപ്പിച്ചിട്ടില്ലെങ്കിലോ ചെയ്യൂല. നിസ്കരിക്കാൻ അള്ളാഹ് തോന്നിപ്പിക്കണം, നിസ്കരിക്കുക. അതുകൊണ്ടല്ലേ ഇപ്പോൾ സുലൈമാൻ നബി ഇങ്ങനെ പറയണത്. സുലൈമാൻ നബി അതല്ലേ അങ്ങനെ പറയുന്നത്. അതാണ്. അങ്ങനെ വരുമ്പോൾ ഈ സാധാരണ ഹിദായത്തിലേക്കാക്കുന്നത് അള്ളാഹുവാണ്, ദലാലത്തിലേക്കാക്കുന്നതും അള്ളാഹുവാണ്. ഇബ്ലീസും ഇതിലാലാക്കുന്ന ആളാണ്. ഇബ്ലീസിൻ്റെ വിശേഷണവും അള്ളാഹുവിൻ്റെ വിശേഷണവും ഒരുപോലെയാണ് ഈ വിഷയത്തിൽ അള്ളാഹു ഖുർആനിൽ പറയുന്നത്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി സയ്യന്നാ ലഹും അഅമാലഹും ഫഹും യഅമഹൂൻ. പരലോകത്തിൽ വിശ്വസിക്കാത്തതാരോ അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു, അങ്ങനെ അവർ അതിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്ക്, സയ്യന്നാലഹും അഅമാലഹും, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവരുടെ കർമ്മങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പരലോകത്തിൽ വിശ്വസിക്കാത്ത ബഹുദൈവാരാധകർ, സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികൾ, മറ്റു പലരും അവരുടെ കർമ്മങ്ങൾ അവർക്ക് നല്ലതാക്കി തോന്നിപ്പിച്ചതാരാ? അള്ളാഹുവാണ്. അതന്നെയല്ലേ ഇബ്ലീസും ചെയ്യുന്നത്. ഇബ്ലീസിന്റെ വിശേഷം അള്ളാഹ് പറയുന്നത് നോക്കൂ, വസയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും ഫസദ്ദഹും അൻ സബീലി
ഫഹും ലാ യഹ്തദൂൻ, പിശാച്ച് അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തോന്നിക്കുകയും അവരെ നേർമാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ അവർ നേർവഴി പ്രാപിക്കുന്നില്ല. അന്നംല് 24, മറ്റേ അന്നംല് 4 അള്ളാഹിൻ്റെ വിശേഷണമായിട്ട് പറഞ്ഞു. 24 അങ്കബൂത്തിലും ശൈത്താനും രണ്ടുമൊക്കെ ഒരേ പണി. അള്ളാഹ്ക്കും ശൈത്താനുക്കും ഒരേ പണി. വലക്കത് അളല്ല മിൻകും ജിബില്ലൻ കസീറ, തീർച്ചയായും തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനേകം സംഘങ്ങളെ അവർ പിശാച്ചുകൾ വഴി പിയപ്പിച്ചിട്ടുണ്ട്. ആ വഴി പിയപ്പിച്ചതാരാ? ഇബ്ലീസാണ്. ഇബ്ലീസിനെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത്. ഈ പവർ കൊടുത്തതാരാ? വഴി പിയപ്പിക്കാനുള്ള അധികാരം കൊടുത്തതാരാ? അതും അള്ളാഹു ആണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് ഹിദായത്തിലേക്കാക്കുന്നതും ലലാലത്തിലേക്കാക്കുന്നതും. രണ്ടിനും ഉദ്ദേശിക്കുന്നു. ഈ ലലാലത്തിലേക്കാക്കുന്നത് തന്നെയാണ് ഇബ്ലീസ്, അത് തന്നെയാണ് അള്ളാഹുവും ചെയ്യുന്നത്. രണ്ടാളുടെയും വിശേഷണം ഒന്നാണ്. ഇങ്ങനെയുള്ള ഒരാളെ, ഇത് ലലാലത്തിലേക്കായ ഒരാളെ പ്രവാചകന്മാർ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ പ്രവാചകന്മാരാഗ്രഹിച്ചിട്ടോ കാര്യമില്ല. അള്ളാഹ് ഉദ്ദേശിച്ചതേ നടക്കൂ. അപ്പോൾ പ്രവാചകന്മാർ വന്നത് എന്തിനാ അറിയില്ല. ഇങ്ങനത്തെ ആളുകൾക്കാണ് അള്ളാഹു നരകം നൽകുന്നത്. എന്തായി നരകം? മനുഷ്യനും കല്ലുകളും കൂട്ടി കത്തിക്കുന്ന ഒരു സ്ഥലമാണ് നരകം. അവിടെ നമ്മുടെ ശരീരം ഇങ്ങനെ കത്തുമ്പോൾ വീണ്ടും പുതിയ തൊലി വരും, പിന്നെയും കത്തും, പിന്നെയും പുതിയ തൊലി വരും. ഇതാണ് ആ നരകം. ആ നരകത്തിൽ നരകത്തിൽ അടിയിൽ മുളച്ചു പൊങ്ങുന്ന ഒരു വൃക്ഷം എത്രയത്? നരകം എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ തീ പാറകളാണ് അവിടെ കത്തിക്കുന്നത്. മനുഷ്യന്മാർ അവിടെ ഒരു ചെടി ഇങ്ങനെ മുളച്ചു പൊന്താ തീ കൂടെ. അതിൻ്റെ കുല പിശാചുക്കളുടെ തലകൾ പോലെയായിരിക്കും. ആ മരത്തിൻ്റെ തല പിശാച്ചിൻ്റെ തല. പിശാച്ചിൻ്റെ തല ഉണ്ടോ? പിശാച്ച് എങ്ങനെയാണ് അറിയില്ല, അള്ളാഹ് പറയാണല്ലോ പിശാച്ചിൻ്റെ തല. അതാണ് സക്കൂം എന്ന് പറഞ്ഞ മരം കേട്ടോ. തീർച്ചയായും അവർ അതിൽ നിന്ന് വയറ് നിറക്കുന്നതായിരിക്കും. മനുഷ്യനിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, കത്തി തന്നെ, പിന്നെയും തൊലി വരിക, പിന്നെയും കത്തുക. അപ്പം ഞാൻ നന്നായിട്ട് വയറ് നിറയെ ഈ മരം തിന്നും, മരത്തുമുള്ളത് തിന്നും. അങ്ങനെ കത്തിക്കുന്ന ഒരാൾ തിന്നു അറിയില്ല. സുമ്മ ഇന്ന ലഹും അലൈഹാ ലസൗബൻ മിൻ ഹമീം, പിന്നീട് അവർക്ക് അതിനുമീതെ ചുട്ടു തിളക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ചേരുവയുമുണ്ട്. ശീജലം ഒക്കെയാണ്. നരകത്ത് കത്തുന്ന ആളായിട്ടേ പറയുന്നത്. എനിക്ക് പേടിയല്ല ഉള്ളത്. ഞാൻ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേടിക്കണ്ട. നരകത്തിൽ അതാണ്. ഈ നരകത്തിലെ ഇതാണ് നരകട്ടോ. ഈ നരകത്തിലേക്ക് വേണ്ടിയാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതും അള്ളാഹ് പറയാം, വലക്കദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിൽ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അറാഫ് 179. നരകത്തിന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിക്കുക, എന്നിട്ട് നരകത്തിലിടുക, അള്ളാഹ് എന്നെ ലലാലത്തിലേക്കാക്കുക, അള്ളാഹ് എന്നെ ഇബ്ലീസിനെയും പടക്കുക. നോക്കൂ, وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين. ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ട് വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന നിന്റെ രക്ഷിതാവിൻ്റെ വചനം നിറവേറ്റിയിരിക്കുന്നു. ജിന്നിനെ കൊണ്ടും മനുഷ്യന്മാരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും അള്ളാഹു നരകം നിറക്കും എന്ന വാക്ക് പുലർന്നിരിക്കുന്നു, അത് നിറവേറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നരകത്തിൽ അള്ളാഹുവിൻ്റെ വാക്കാണ് ഞാൻ നരകം നിറക്കും. മാത്രമല്ല അജ്മഈൻ, എല്ലാവരെയും നരകത്തിലിടാനാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. അള്ളാഹ് നരകത്തിനോട് ചോദിക്കുകയെ, എനിക്ക് നിറഞ്ഞില്ലേ, പള്ളറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ തഖൂലു ഹൽ മിൻ മസീദ്, ഇഞ്ഞുണ്ടോ എന്ന് നരകം ചോദിക്കുമ്പോഴും ആരെ കൊണ്ട് നടക്കുന്ന പറഞ്ഞത്? മനുഷ്യന്മാരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും. അപ്പോൾ അള്ളാഹു തന്നെ അതിനെ കൊണ്ട് നിറക്കുക. മനുഷ്യനെയും ജിന്നിനെ സൃഷ്ടിച്ചത് എന്തിനാ? നരകം നിറക്കാൻ വേണ്ടിയിട്ട്. നരകത്തിന് അള്ളാഹ് വാഗ്ദാനം ചെയ്തു, എനിക്ക് ഞാൻ വയറ് പൂർത്തി നിറച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്ന് നിറച്ചു തരാമെന്നുള്ള വാഗ്ദാനം കൊടുക്കുക. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, എനിക്ക് നന്ദിയില്ലേ
നിറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ ഇഞ്ഞുണ്ടോ എന്ന് ചോദിക്കുക. ഈ രംഗമൊക്കെ ഇതാണോ ഒരു നീതിമാനായ ഒരു അള്ളാഹു? നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ഈ ഹിദായ എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞു, ഇസ്ലാം മതത്തിൽ ചേരുന്നതിനാണ് ഹിദായത്ത് കിട്ടി എന്ന് പറയാം. ആ ഹിദായത്തിലേക്ക് ആക്കുന്നതാരാ? അള്ളാഹുവാണ്. ഒരാൾ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതോ ഇസ്ലാം ആകാതിരിക്കുന്നതോ ആരാണ്? അതും അള്ളാഹു ആക്കിയതാണ്. അതുകൊണ്ടാണ് മുഅ്തസിലിയാക്കളുടെ ഒരു കഥയിൽ പറയാറുണ്ട്, 3 ആളുകളെ ഒരു കുട്ടിക്ക് സ്വർഗമല്ല നരകമല്ലല്ലോ. അപ്പോൾ ആറാഫിലേക്ക് പോകാൻ പറയുമ്പോൾ കുട്ടി പഠിച്ചാണ്, എന്നെ നീ ആറാഫിൽ നിനക്ക് സ്വർഗത്തിൽ പോകണമല്ലോ, നീ വലിയതാകുമായിരുന്നെങ്കിൽ നീ കാഫറാകുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പത്തിൽ മരിക്കുന്നത്. അപ്പോൾ ഒരു കാഫർ പറഞ്ഞു, പഠിച്ചനെ എന്നെ കാഫറാക്കിയതാരാ? എൻ്റെ പിതാക്കളെ കാഫറാക്കിയതാരാ? അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചാൽ എന്താ നോക്കുന്നത്? അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഹിദായത്തിലേക്കാക്കുന്നതും ദലാലത്തിലേക്കാക്കുന്നതും. മാത്രമല്ല നമ്മളെ സൃഷ്ടിക്കുന്നതിൻ്റെ മുൻപ് തന്നെ അങ്ങേര് തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ. ആരാണ് ഷഖീ, ആരാണ് സഈദ്, ആരാണ് ഭാഗ്യവാൻ, ആരാണ് നിർഭാഗ്യവാൻ. ആ തീരുമാനങ്ങൾ അപ്പുറത്തേക്ക് നടക്കാൻ കഴിയില്ല. അത് അതേപടിയാണ് നടക്കുക. അള്ളാഹു ഒരാൾ ഹിദായത്തിലേക്കാക്കാൻ അള്ള തീരുമാനിച്ചിട്ടുണ്ട്, ദുർമാർഗത്തിൽ പോകാൻ അള്ള തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഈ ഹിദായ വല്ലലാല എന്ന വിഷയം ഒരു ഖുർആൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തത്. ഞാൻ പരിഭാഷ വായിച്ചത്, നോക്കിയ പരിഭാഷ വായിച്ചത്. എന്താണ് നമ്മളെ വക അർത്ഥം പറയേണ്ടതെന്ന് വെച്ചിട്ട് അധികം ആയത്തിൻ്റെ നമ്പറും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി വായിച്ചു നോക്കിക്കോളൂ. നമ്മളൊന്നും കൂടുതൽ പറയുന്നില്ല. 1-2 ചോദ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയം അങ്ങ് ക്ലോസ് ചെയ്യാം. ഒന്ന്, നമ്മൾ പലയിടത്തും സംവാദത്തിൽ പറഞ്ഞിരുന്നു, ചോദ്യം ഇതാണ്, ചിന്തയുടെ ആസ്ഥാനം തലയിൽ തന്നെയാണ്, ഹൃദയത്തിലാന്ന് പറഞ്ഞത് ശരിയല്ല. ചിന്തക്ക് ഉള്ള ആസ്ഥാനം തലയിൽ തന്നെ എന്ന് ഖുർആനിലുണ്ട് എന്നാണ്. ഖുർആൻ അങ്ങനെ ഏതൊരായത്താണ് എനിക്കറിയില്ല. ചിന്തയുടെ ആസ്ഥാനം ഖുർആനിൽ എവിടെയാണ് അവിടെ ഉള്ളത്? അതില്ല. ചിന്തയുടെ ആസ്ഥാനം ഇവിടെ തന്നെയാണുള്ളത്. അതെന്താണെന്നറിയോ? സൂറത്തു ഹജ്ജ് 46 അഫലം യസിറൂ ഫിൽ അർദ് فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ഹജ്ജ് 46 അവിടെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ, കൽബ് ഹൃദയം, ഖുലൂബ് ഹൃദയങ്ങൾ. അത് യഅഖിലൂന ബിഹ, അത് ചിന്തക്കുള്ളതാണ്, മനനത്തിനുള്ളതാണ്. ആ ആയത്ത് അവസാനിക്കുന്നവർ തന്നെ പറഞ്ഞു, വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫിസ്സുദൂർ, നെഞ്ഞിൻ്റെ ഉള്ളിലുള്ള ഹൃദയമാണ്, ആ ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത്, അതിലാണ് സത്യം കടക്കാതിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ചിന്തയുടെ ആസ്ഥാനം വേറെ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ എന്ന് പറഞ്ഞിടത്തൊക്കെ ചിന്ത എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണ്, ഹൃദയത്തിനെ പറ്റിയാണ് ഖുർആനിലുള്ളത്. തലയിലൊന്നും എവിടെയും പ്രയോഗിച്ചിട്ടില്ല. പിന്നെ ചില വ്യാഖ്യാതാക്കൾ ചില ഖുർആൻ ശാസ്ത്ര മാത്രവാദികൾ ഖുർആൻ ശാസ്ത്രം പറഞ്ഞിട്ട് ഖുർആനോട് ഒപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പറഞ്ഞൊരായത്തെന്ന് വെച്ചാൽ സൂറത്തു അലക്കിൽ ഇഖ്റ ബിസ്മി റബ്ബിക എന്നുള്ള പറഞ്ഞ ആ സൂറത്തിൽ കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, അവിടെ കല്ലാ നിസ്സംശയം ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, അവർ വിരമിച്ചില്ലെങ്കിൽ നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. ഏതാ കുടുമ? നാസിയ എന്ന് പറഞ്ഞ സാധനം ഈ മൂർദാവാട്ടോ, മൂർദാവിനാണ് കുടുമയാണ് പറയുന്നത്. അത് പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഈ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന കുടുമ. ഈ കുടുമ കള്ളം പറയോ അല്ലെങ്കിൽ പാപം ചെയ്യോ? അത് അള്ളാഹ്ക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ അവിടെ തഫ്സീറുകാരെല്ലാവരും പറഞ്ഞെന്താ അറിയോ?
ഈ കുടുംബ പിടിച്ച് ഭരിക്കും എന്ന് പറഞ്ഞ അയാളെ കുറിച്ചാണ് ആ പറഞ്ഞത്. അയാൾ പാപം ചെയ്യും, അയാൾ കള്ളം പറയും എന്നുള്ളതാണ്. അല്ലാതെ ഈ കുടുംബ ഒരിക്കലും പറയില്ല. മറ്റേ ഇതിലാലിനാണ് ഇത് അറബികൾ പറയുക. അറബി ഭാഷയിൽ ഒരാളിപ്പോൾ ഇങ്ങനത്തെ ഒരാളെ പിടിച്ച പിന്നെ മന്ന് ജയിലിൽ പിടിച്ചാൽ ഇവിടെ മാത്രം മുട്ടയടിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഖുർആനിൽ തന്നെ ഖുർആൻ പറയാം ഫയൂഖദു ബിൻ നവാസി വൽ അഖ്ദാം, അവരുടെ കുടുമയിലും കാലും ഇങ്ങനെ കൂട്ടിൽ പിടിക്കും. തലയും കാലും പിടിച്ചിട്ട് അള്ളാഹു പിടിക്കും എന്നാണ് പറയുന്നത്. അത് നരകത്തിൽ എറിയുന്ന രംഗം പറയാണ്. ഇല്ലാഹു ആഖിദും ബിനാസിയതിഹ, ഹൂദ് 36. പിന്നെ മറ്റേത് ഫയൂഖദു ബിൻ നവാസി വൽ അഖ്ദാം എന്ന് ഖുർആനിലുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ പിടിക്കുന്നത്. ഇത് തലൻ്റെ പുറത്തുള്ള ഈ കുടുമയാണ് പറയുന്നത്. അതും കാലും കൂടിയും പിടിച്ച് നരകത്തിൽ എറിയുന്നതിനെ പറ്റിയും അവിടെ പിടിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അത് ഇതിലാലിനെ പറ്റി ഒരാളെ നിന്ദ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയൽ, അല്ലാതെ തലച്ചോറിനെ കുറിച്ചല്ല ആ പദപ്രയോഗം. അടുത്ത ചോദ്യം പിശാച്ചിനെ എറിയുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ പിശാച്ചിനെ നക്ഷത്രങ്ങളെ കൊണ്ട് എറിയുക എന്നുള്ളത് തെറ്റായ അർത്ഥങ്ങളാണ്. ശരിക്കും ഖുർആൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ നക്ഷത്രങ്ങളെ കൊണ്ട് പിശാച്ചിനെ എറിയുക എന്നുള്ളത് ഖുർആനിൽ കുറേ സ്ഥലത്തുണ്ട്. ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ന്യായീകരിച്ചാണെങ്കിൽ ഒപ്പിക്കാം, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും ഇല്ല എന്ന് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ ഇതെന്താ പറയുന്നത് അറിയോ? ഇത് നമ്മളും കേട്ടിട്ടുണ്ട്. അത് റജ്മം ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ, റജ്മം ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ ഊഹം പറയുക എന്നാണ് പറയുക. അപ്പോൾ ഈ റുജൂമല്ലി ഷയാത്തീൻ അല്ല അർജുമന്ന എന്നൊക്കെ പറയുമ്പോൾ ഈ റജ്മം ബിൽ ഗൈബി ഊഹം പറയാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഊഹം പറയാൻ അർത്ഥം വെക്കാൻ കഴിയില്ല. സൂറത്ത് കുറുപ്പ് റജമനെ റജീം എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുക എന്നാണ്. ഫഈൽ വസനിലേക്ക് പറഞ്ഞ റജമ എന്നുള്ളതിന്. അതിനെ റജ്മം ബിൽ ഗൈബി എന്ന് പറഞ്ഞാലോ ഊഹം പറയാന്നാണ്. എന്നാൽ അതേ ആ റജ്മ് ഖുർആനിൽ ഉപയോഗിച്ച അത് റജ്മം ബിൽ ഗൈബി അല്ലാത്ത റജ്മ്, റുജൂമ്, ല അർജുമന്ന, ല നർജുമന്ന, തർജുമൂൻ, യർജുമൂൻ, ഇതെല്ലാം കാണിക്കുന്നത് റജ്മാണ് പ്രശ്നമെങ്കിൽ പിന്നെ എറിയാന്നുള്ള വേറെ സുഹുബുൻ ശിഹാബ് എന്നൊക്കെ ഉപയോഗിച്ചു. സുഹുബ് ശിഹാബ് എന്നൊക്കെ. ഇന്നാ സയ്യന്ന സമാഅ അദ്ദുന്യാ ബിസീനത്തിൽ കവാകിബി വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്വാൻ. ഇന്നാ സയ്യന്ന സമാഅ അദ്ദുന്യാ ബിസീനത്തിൽ കവാകിബ്, തീർച്ചയായും അടുത്തുള്ള ആകാശത്തെ നാം നക്ഷത്ര അലങ്കാരത്തിൽ മോടി പിടിപ്പിച്ചിരിക്കുന്നു. കവാക്കിബ് കേട്ടോ, തൊട്ടടുത്ത ആകാശം. ആകാശമാണല്ലോ, അതിൽ ഏറ്റവും ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ആകാശത്തിലാണ് നക്ഷത്രങ്ങളുള്ളത്. വഹിഫുല്ലം മിൻ കുല്ലി ശൈത്വാനിൻ മാരിദ്, ധിക്കാരിയായ ഏത് പിശാച്ചിൽ നിന്നും അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തിരിക്കുന്നു. ലാ യസ്മഊന ഇലൽ മലഇൽ അഅ്ലാ വയുഖദഫൂന മിൻ കുല്ലി ജാനിബ്, അത്യുന്നതമായ സമൂഹത്തിൻ്റെ നേരെ അവർക്ക് പിശാചുക്കൾക്ക് ചെവി കൊടുത്തു കേൾക്കാനാവില്ല. എല്ലാ വശത്തുനിന്നും അവർ എറിഞ്ഞ് ഓടിക്കപ്പെടുകയും ചെയ്യും. ദുഹൂറൻ വലഹും അദാബുൻ വാസിബ്, ബഹിഷ്കൃതരായിക്കൊണ്ട് അവർക്ക് ശാശ്വതമായ ശിക്ഷയുണ്ട്. ഇല്ലാ മൻ ഖതിഫൽ ഖതുഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്, പക്ഷേ ആരെങ്കിലും പെട്ടെന്ന് വല്ലതും റാഞ്ചിയെടുക്കുകയാണെങ്കിൽ തുളച്ചു കടക്കുന്ന ഒരു തീജ്വാല അവനെ പിന്തുടരുന്നതാണ്. അപ്പോൾ ഷിഹാബ് ഫഅത്ബഅഹു ഷിഹാബുൻ സാഖിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 6 സൂറത്തു സ്വാഫാത്തിൽ 6 മുതൽ 10 വരെ ഞാൻ പറഞ്ഞത് സ്വാഫാത്തിൽ. ഇനി വേറെ വലക്കത് സയ്യന്ന സമാഅ അദ്ദുന്യാ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശയാത്തീൻ വഅതദ്നാ ലഹും അദാബസ് സഈർ, ഏറ്റവും അടുത്ത ആകാശത്തെ നാം പിന്നെ ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവയെ നാം പിശാചുക്കളെ ഓടിക്കുവാനുള്ളവയാക്കിയിരിക്കുന്നു. അവർക്ക് നാം ജ്വലിക്കുന്ന നരകശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. മുൽക്ക് 5. അവിടെ റുജൂമല്ലി ഷയാത്തീൻ, ഷയാത്തിനെ എറിഞ്ഞോടിക്കുക. എന്തുകൊണ്ട്? നക്ഷത്രങ്ങൾ ബിമസ്വാബീഹി വജഅൽനാഹാ, ആ നക്ഷത്രങ്ങളെ കൊണ്ടാണ്.
وحفظناها من كل شيطان رجيم إلا من استرق السمع فأتبعه شهاب مبين. എന്നാൽ കട്ടു കേൾക്കാൻ ശ്രമിച്ചവനാകട്ടെ പ്രത്യക്ഷമായ ഒരു തീജ്വാല അവനെ പിന്തുടരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒക്കെ പറയുന്നത് കുറേ സ്ഥലത്തുണ്ട്. അപ്പോൾ ഈ പിശാച്ച് അള്ളാഹും മലക്കുകളും തമ്മിൽ സംഭാഷണം ചെയ്യണത് പിശാച്ച് കട്ട് കേൾക്കും. എന്നിട്ട് ഈ പിശാച്ച് പോയിട്ട് ഈ റാഹിനുകളുണ്ടല്ലോ, അവർക്ക് ഈ കണികന്മാർ ഓരിങ്ങനെ കയ്യോക്കിയിട്ടും കബഡി നിരത്തിയിട്ടൊക്കെ പറയുന്ന ആളുകൾ എന്ന് പറയുമല്ലോ, പ്രവചിക്കുമല്ലോ, അവർക്ക് ഈ പിശാച്ച് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം അള്ളാഹുവിൻ്റെ അത് കട്ട് കേൾക്കാതിരിക്കാനാണ് അവരെ നക്ഷത്രങ്ങളെ കൊണ്ട് എറിയാന്നാണ് ഖുർആൻ്റെ ഈ പദപ്രയോഗങ്ങളൊക്കെ കിട്ടുന്നത്. ഇതന്നെയാണ് എല്ലാ മുഫസ്സിറുകളും പറഞ്ഞത്. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ നമ്മളെ ബുദ്ധിക്ക് ശാസ്ത്രജ്ഞാനത്തിന് എതിരായപ്പോൾ ഖുർആൻ ഇതിനനുസരിച്ച് അതല്ല ഇതല്ല എന്ന് വ്യാഖ്യാനിക്കുകയാണ്. സയൻസ് ഇത് പറഞ്ഞിട്ടില്ല എന്ന് വിട്ടുക. ഇതൊന്ന് കണ്ടെത്തിയിട്ട് ഒരു ശാസ്ത്രജ്ഞാനമോ ഇത്ര ശാസ്ത്ര നേട്ടങ്ങളോ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെ വ്യാഖ്യാനിക്കുക? ഈ മുഫസ്സിറുകളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ വ്യാഖ്യാനിച്ചത്. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത്. രണ്ടാമത്തേത്, ഖുർആനിലുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതാണോ? അള്ളാഹു ഖുർആനിൽ എന്ന വിഷയം പിന്നീട് ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ഏതായാലും ഇന്ന് ഈ സാക്കിർ നായിക്ക്, MM അക്ബർ അതുപോലുള്ള ആളുകളൊക്കെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയതുപോലെ പറയുന്നില്ല. അതൊരു സത്യമാണ്. അള്ളാഹിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ KC അബ്ദുള്ള മൗലവി അള്ളാഹു ഖുർആൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ അള്ളാഹ് എന്തൊക്കെയാണോ പരിചയപ്പെടുത്തിയത് അതല്ലേ അള്ളാഹിനെ പറയേണ്ടത്? അത് പറയാറില്ല. എന്നിട്ട് അള്ളാഹിനെ പറ്റി പറയും അള്ളാഹ് പദാർത്ഥാതീതനാണ്, പ്രപഞ്ചാതീതനാണ്, സമയാതീതനാണ്, ഇങ്ങനെ കുറേ അതീതനാണെന്ന് അങ്ങ് പറയും. സത്യത്തിൽ അതൊന്നും അല്ല. അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞു, ഇതൊന്നും അള്ളാഹ് പറയാത്തതാണ്. അത് അള്ളാഹിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പുതിയ പദപ്രയോഗങ്ങളാണ്. അള്ളാഹിനെ പരിചയപ്പെടുത്തിയ കുറേ വിശേഷണങ്ങളിലൂടെയാണ്. ഒരു 56 or 59 സിഫത്തുകളുണ്ട് അള്ളാഹിനെ പറ്റി പറയണം. ഒരു സിഫത്ത് ഞാൻ പറയാം. ഇപ്പോൾ അള്ളാഹിൻ്റെ ഒരു വിശേഷണമാണ് ഒനിയ്. ഒനിയ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐശ്വര്യം നമ്മൾ പറയില്ലേ, ഒനിയ് പരിപൂർണൻ എന്നാണ് അതിനർത്ഥം. ഒനിയ് എന്ന് പറഞ്ഞാൽ തന്നെ കാമിൽ വ മുക്തമിൽ ഫീ ദാത്തിഹി എന്നാണ്. അവൻ്റെ ദാത്തിൽ തന്നെ പരിപൂർണനാണ്. അവനക്ക് ആരുടെ ആവശ്യമില്ല, ഒന്നിൻ്റെ ഉദ്ദേശം അതാണ് ഒനിയ്. അവനക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തിനാ സൃഷ്ടിപ്പ് നടത്തിയത്? ഒന്നിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ എടുക്കുക, അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ. മനുഷ്യനെ വെറുതെ സൃഷ്ടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അള്ളാഹു വെറുതെയാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? അവന് സൃഷ്ടിക്കൊരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? എന്താണ് ആ ഉദ്ദേശം? ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പം നമ്മുടെ ആരാധന ആർക്ക് വേണം? അള്ളാഹ്ക്ക് വേണം. അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ സൃഷ്ടിച്ചത്? ഏത് കാലത്താണോ നമ്മളെ സൃഷ്ടിച്ചത്? നമ്മളെ സൃഷ്ടിക്കോളം എന്തായിരുന്നു? എന്താവശ്യത്തിന് വേണ്ടി സൃഷ്ടിച്ചു? കുറേ കാലം സൃഷ്ടിക്കാതിരുന്നു, പിന്നീട് സൃഷ്ടിച്ചു. അപ്പോൾ ആ സൃഷ്ടിക്കാതിരുന്നപ്പോൾ ഉണ്ടായ അവസ്ഥയും സൃഷ്ടിക്കാൻ അവനക്ക് ആവശ്യമായ ഉദ്ദേശം എന്തായിരുന്നു? ഉണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിനൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണനല്ല. അവർക്ക് ബാധ്യതയുണ്ട്. അവനക്ക് ഹിദായത്ത് അള്ളാഹ്ക്ക് മുസ്ലിങ്ങളെ മേലെ ഹിദായത്ത് നൽകൽ ബാധ്യതയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ വമാ കാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളെ സഹായിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ബാധ്യത ആർക്കുണ്ടാകുക? ഒരു പൂർണ്ണനായ ഒരാൾക്ക് ബാധ്യത ഉണ്ടാകുമോ? അല്ല, ഞാൻ ചോദിക്കുക, പൂർണ്ണനായ ഒരാൾക്ക് ബാധ്യത ഉണ്ടാകുമോ? ഇല്ല. 2, അള്ളാഹ്ക്ക് എന്താ? യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവനാണവൻ. അവനക്ക് ഫുൾ ടൈം പണിയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷൈഇൻ. ഫുൾ ടൈം പണിയാണ്. അങ്ങനെ ഫുൾ ടൈം ജോലിയുള്ള ഒരാൾക്ക് എങ്ങനെ ഒനിയാകാൻ കഴിയുക? ഒനിയാൻ കഴിയില്ല.
അവൻ ഒനിയല്ല. അതാണ്, അവൻ ഒനിയല്ല. അപ്പം അള്ളാഹു ഒനിയാണെന്ന് പറഞ്ഞ ആ വിശേഷണം എടുത്തിട്ട് നമ്മൾ വിശകലനം ചെയ്താൽ കുറേ സ്ഥലത്ത് അള്ളാഹു ഒനിയാണ്. ഒനി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന നമ്മളാ മനസ്സിൽ അതിൻ്റെ അർത്ഥതാണ് അൽ കാമിൽ വമുക്തമിൽ ഫീ ദാത്തിഹി. അവൻ പരിപൂർണനാണ്, ആഗ്രഹങ്ങളും ചിന്തകളും ഒന്നും അവനില്ല. അതാണ് അള്ളാഹു. അത് മനസ്സിലായല്ലേ? അതാണ് മറ്റൊരു ചോദ്യം. ഖുർആനിൽ നാസിഖ് മൻസൂഖ് ഇല്ല എന്ന് പറയുന്നു. നാസിഖ് മൻസൂഖ് എന്താണ് ഈ നാസിഖ് മൻസൂഖ്? ഖുർആനിൽ നാസിഖ് മൻസൂഖ് അതില്ല എന്ന് പറയുന്നതുകൊണ്ടറിയോ? ഖുർആനിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അത് ആദ്യം തന്നെ പറയും. ഖുർആനിൽ നാസിഖുണ്ട് മൻസൂഖുണ്ട്. അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് അത് യുക്തി ഉപയോഗിച്ച് കൊണ്ട് വേണമല്ലോ. യുക്തിയില്ലാതെ യുക്തിയെ പറ്റി കുറ്റം പറയുമ്പോൾ അവർക്ക് യുക്തി വേണം. യുക്തി ഉപയോഗിച്ച് കൊണ്ട് വേണം യുക്തിയെ നിരാകരിക്കുവാനും സ്ഥിരീകരിക്കുവാനും. അതിൻ്റെ തെളിവാണത്. ഞാൻ ആ ആയത്ത് പറയാം. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് സൂറത്തുൽ ബഖറയിലല്ലേ? 2 അതെ 106-ാമത്തെ ആയത്താണ്. വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പകരം അതിനേക്കാൾ ഉത്തമമായതോ അതിന് തത്തുല്യമായതോ നാം കൊണ്ടുവരുന്നതാണ്. നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇവിടെ ഈ ആയത്തുകൾ ശ്രദ്ധിച്ച് നോക്കൂ. ഖുർആൻ അള്ളാഹുവിൻ്റെ വചന എന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ ഈ ആയത്തൊന്ന് അർത്ഥം വെച്ച് നോക്കി. വല്ല ആയത്തും നാം ദുർബലപ്പെടുത്തുകയോ വിസ്മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നഅതി ബിഖൈരിൻ മിൻഹാ അതിനേക്കാൾ മികച്ചത് കൊണ്ടുവരും. അപ്പോൾ ആദ്യം കൂടുന്നത് മികച്ചതല്ല എന്നല്ലേ? ആദ്യൊരു വചനം തന്നു, അത് മികച്ചതല്ലാത്തതുകൊണ്ട് അത് മൻസൂഖാക്കിയിട്ട് വേറൊന്ന് കൊണ്ടുവന്നു അതിനേക്കാൾ മികച്ചത്. അപ്പോൾ അള്ളാഹ്ക്ക് തഫാവുത്തുണ്ടായി. ആദ്യം കൊണ്ടുവന്ന് മികച്ചതല്ല, പിന്നെ മികച്ചത് കൊണ്ടുവരാം. ഇങ്ങനെ അപ്പോൾ ത്രികാലജ്ഞാനിക്ക് ഒരു സർവജ്ഞാനിക്ക് ഈ ഗതികേടുണ്ടാകുമോ? ഒരു സർവജ്ഞാനിയാണെങ്കിൽ മനുഷ്യൻ നമ്മൾ ഒരു പക്ഷേ നാളെ നിയമങ്ങൾ മാറ്റി പറയും, നിയമങ്ങൾ തിരുത്തും, നിയമങ്ങൾ മാറ്റിമറിക്കും. എന്തുകൊണ്ട്? ഇന്നലത്തെ നിലവാരമല്ല ഇന്നത്തെ നമ്മുടെ നിലവാരം, ഇതല്ല നാളത്തെ നമ്മുടെ നിലവാരം. അപ്പം നമ്മുടെ അറിവിൻ്റെ നിലവാരം മെച്ചപ്പെടുന്നതനുസരിച്ച് നമ്മുടെ നിലപാടുകൾ മാറും, നിയമങ്ങൾ മാറ്റം വരും. പടച്ചവനെ സംബന്ധിച്ച് എല്ലാ കാലവും ഒരുപോലെയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച്, ത്രികാലജ്ഞാനിയായ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ അവന് മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെ സർവജ്ഞാനിയല്ല എന്നുള്ളതിന് തെളിവാണ്. അവൻ്റെ വിശേഷങ്ങൾക്ക് തെഫാവുത്തുണ്ടാവും, ഒരു ഏറ്റ വ്യത്യാസം ഉണ്ടാവും. ഇന്നലത്തെ നിയമം മാറ്റിമറിക്കുക, അപ്പോൾ ആദ്യ നിയമം തെറ്റാന്ന് കിട്ടി, അത് തെറ്റായ നിയമം അല്ലെങ്കിൽ ശരിയാവാത്തൊരു നിയമം ആദ്യം പറയേണ്ടി വന്നു, പിന്നെ അത് തന്നെ മാറ്റി വേറൊരു ഒരു നിയമം പറയേണ്ടി വന്നു എന്നൊക്കെ ഒരു ഗതികേട് വരും. അത് കഴിഞ്ഞ ശേഷം ഔ മിസിലിഹ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസിലിഹ അതിൻ്റെ മിസില് കൊണ്ടുവരാനും. ഇപ്പോൾ ആദ്യം തന്നെ കുട്ടികളൊക്കെ കളിക്കുമ്പോഴേ തറാന്ന് എഴുതും, എന്നിട്ട് അത് മാച്ചിട്ട് പിന്നെയും തറാന്ന് തന്നെ എഴുതും. അപ്പോൾ അതിന് ആയത്ത് മാച്ചത് എന്തെന്നാ? മിസിൽ എന്തിനാ കൊണ്ടുവരുന്നതെന്ന്. ആദ്യം ഒരു ആയത്ത് കൊണ്ടുവന്നു, എന്നിട്ട് അതന്നെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ അതന്നെ കൊണ്ടുവരണോ? എന്നാൽ പിന്നെ ആയത്ത് എന്തിനാ ഡിലീറ്റ് ചെയ്തത്? അതെന്തിനാ മൻസൂഖാക്കി? എന്തിനാ? കുട്ടികൾ കളിക്കുമ്പോൾ ആദ്യം പറയാന്ന് എഴുതുക, എന്നിട്ട് തുടച്ച പിന്നെയും പറയാൻ തന്നെ എഴുതുക. അപ്പോൾ ആദ്യം പറയാൻ തന്നെയല്ലേ എഴുതിയത്? ആദ്യം ഉള്ള നിയമം തന്നെ പിന്നെ മാറ്റിയിട്ട് പിന്നെ മിസിൽ എന്തിനാ കൊണ്ടുവരുന്നത്? അപ്പോൾ ഖുർആനിൽ നാസിഖ് മൻസൂഖ് ഉണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറുകളൊന്ന് വായിച്ചു നോക്കൂണ്ടി. പിന്നെ ഖുർആനിൽ നോക്കൂ, സനുക്രിഉക ഫലാ തൻസാ ഇല്ലാ മാ ഷാ അല്ലാഹ്, നിനക്ക് നാം ഓതിത്തരാം, നീ മറന്നു പോകുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചത് മറന്നു പോകും. ഇന്ന് ഖുർആനിലുള്ളതിൽ കുറേ സംഗതി കാണാനില്ല. അള്ളാഹ് തന്നെ പറയാം, സനുക്രിഉക ഫലാ തൻസാ, ഞാൻ നിനക്ക് ഓതിത്തരാം, ഫലാ തൻസാ, നീ അതുകൊണ്ട് മറക്കൊന്നുമില്ല, ഇല്ലാ മാ ഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചതൊഴികെ. അപ്പം അള്ളാഹ് ഉദ്ദേശിച്ചത് മറന്നു പോകുന്നല്ലേ? അള്ളാഹ് ഉദ്ദേശിച്ചത് മറന്നു പോകും, ഉദ്ദേശിക്കാത്തത് മറക്കൂല. അപ്പം അള്ളാഹ് ഉദ്ദേശിച്ചത് കുറേ മറന്നിട്ടുണ്ട്, ഖുർആനിൽ കുറേ ഇല്ല. അപ്പോൾ നാസിഖ് മൻസൂഖ് ഉണ്ട്. പിന്നെ സമയം കഴിഞ്ഞ് ഒറ്റ ചോദ്യം കൊണ്ട് നിർത്തുന്നു. രണ്ടാമത്തേത് ആദം നബിയുടെ സൃഷ്ടിപ്പ്. ആദം നബിയുടെ സൃഷ്ടിപ്പ്
ആദമിൻ്റെ അസ്മാ എന്നതിന് വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ ഫഅറല്ലഹും അലൽ മലായികത്തി ഫഖാല അംബിഊനി ബിഅസ്മാ തുടങ്ങുന്ന അവിടെ നിങ്ങൾ നോക്കൂ. പിന്നെ മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചിട്ട് മലക്കളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. മലക്കളൊക്കെ സുജൂദ് ചെയ്തു, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. എന്നിട്ട് ഇതെന്താ ഉണ്ടായത്? അള്ളാഹു മനുഷ്യനെയും ഇവരൊക്കെ വിളിച്ചിട്ട് അള്ളാഹ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചിട്ട് ഓരോട് ചോദിക്കുക, ഇത് അള്ളാഹ് കളിക്കുന്ന ഒരു അപ്പോൾ അവർ അള്ളാഹിനെ കളിയാക്കുന്നുണ്ട്. മലക്കുകൾക്കും മനുഷ്യനെയും കൂടി അള്ളാഹ് സൃഷ്ടിച്ച അള്ളാഹു ആണല്ലോ. എന്നിട്ട് മനുഷ്യനെ മാത്രം ഇതൊക്കെ പഠിപ്പിക്കുക. ആദമിന് ഇതൊക്കെ പഠിപ്പിക്കുക, മലക്കുകൾക്ക് പഠിപ്പിക്കാണ്ടിരിക്കുക. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, മലക്കുകളെയും സൃഷ്ടിച്ചു. എന്നിട്ട് ആരാണ് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ ഓരോടെ പറ്റിയിട്ട് മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ മനുഷ്യന് മാത്രം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് മലക്കുകളോട് ചോദിച്ചു, ഒരു കിട്ടണില്ല. മനുഷ്യനൊക്കെ ഉത്തരവും കിട്ടി. അപ്പോൾ അള്ളാഹിനെ കളിയാക്കുക എന്താ പറയുക? ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഞങ്ങൾക്ക് ഇജ്ജ് പഠിപ്പിച്ച് തന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടൂല. ഇജ്ജ് പഠിപ്പിച്ചു കൊടുത്തു ഓലാണ്ട് ഓർക്ക് കിട്ടി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഞങ്ങൾ പഠിപ്പിച്ചു തന്നാലല്ലേ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ മനുഷ്യന്മാർക്ക് മാത്രമല്ലേ പഠിപ്പിച്ചു കൊടുത്തത്? ആദം നബിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ കഥ ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് വായിച്ചു നോക്കൊണ്ട് അതിൻ്റെ ആ ആവർത്തനം കളയുക. ഖുർആനിൽ കുറേ സെറ്റ് പറയുന്നുണ്ടല്ലോ, വായിച്ചുകൊണ്ട് ഒരു തമാശ കഥയാണെന്ന് തോന്നും. അതുകൊണ്ടാണ് ഇന്നത്തെ ചില വ്യാഖ്യാതാക്കൾ ആദം നബിയുടെ ആ കഥ അതൊരു ചിത്രീകരണമാണ്, യഥാർത്ഥ സംഭവമല്ല എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ ആ വെയ്ത്തുണ്ടല്ലോ, അതും പറയാം. ഈ യസ്മഉ സുബ്ബതൻ ത്വാറൂ ബിഹാ ഫറഹ മിന്നി വമാ യസ്മഉ മിൻ സ്വാലിഹിൻ ദഫനു സുമ്മുൻ ഇദാ സമിഉ ഖൈറൻ ദകർതു ബിഹി വഇൻ ദുകിർതു ബിസൂഇൻ ഇൻദഹും അദിനു. ഇന്ത്യക്കെന്നവർ നല്ലത്, ഇന്ത്യക്കെന്നവർ മോശപ്പെട്ടതാണ് കേൾക്കുന്നതെങ്കിൽ അവരതുകൊണ്ട് സന്തോഷിക്കും, ആഹ്ലാദിക്കും. എൻ്റെയൊക്കെന്നവർ നല്ലതാണ് കേൾക്കുന്നെങ്കിലോ അവരത് കുഴിച്ചു മൂടും ചെയ്യും. അപ്പം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവർ നല്ലതാണെങ്കിൽ അതൊരെന്താക്കും, കേട്ടിട്ടേ ഉണ്ടാവില്ല. ഇന്ത്യക്കുന്ന ഒരു അബദ്ധം, ഒരു വാക്ക് പിഴവയോ ഒരബദ്ധമോ വന്നാൽ അതൊരാഘോഷിക്കും, അത് ചിത്രീകരിക്കും, അതിന് ക്ലിപ്പിംഗ് എടുത്തിട്ട് ക്ലിപ്പിംഗ് ഒക്കെ കാണിക്കും. സുമ്മുന്നിദാസമ്യോ ഖൈറൻ ദകർതു ബിഹി വഇൻ ദുകിർതു ബിസൂഇൻ ഇൻദഹും അദിനു. എൻ്റെയൊക്കെന്നൊരു നല്ലത് അവർ കേട്ട അവർക്ക് അന്നേരത്ത് കണ്ണും കാണൂല, ചെവിയും കേൾക്കില്ല, അവർ ബധിരന്മാരും മൂകന്മാരും ആയിരിക്കും. എൻ്റെയൊക്കെ വല്ലതും പ്രയാസമുള്ളത് കേട്ടാലോ അന്നേരത്ത് അവർക്ക് ചെവിയൊക്കെ ഉണ്ട് തുറക്കും, അവർക്കൊക്കെ ചെയ്യും. മറ്റേതൊരു മറമാടും. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദുംതും ബിഖൈർ.